മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് സെഷൻസ് കോടതിയെ രാഹുൽ സമീപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുള്ള ഒരു നിരീക്ഷണം തിരുവല്ല കോടതി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അത് മാത്രവുമല്ല, ജനപ്രതിനിധിയായിരിക്കെ MLA ആയിരിക്കെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അതോടൊപ്പം തന്നെ അതിജീവിതയുടെ ജീവന് വരെ വലിയ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം നിരീക്ഷണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഇന്നിപ്പോൾ രാഹുലിന്റെ അഭിഭാഷകർ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതിനുശേഷം ഈ കേസ് ലിസ്റ്റ് ചെയ്തതിനു ശേഷം നാളെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഈ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം നടക്കുക. എന്തായാലും ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. ഇനിയിപ്പോൾ ഈ കേസിന്റെ വ്യവഹാരങ്ങൾ കോടതിയിൽ നീണ്ടുപോയാൽ പോലും റിമാൻഡ് കാലാവധി കൂടി നീണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം മജിസ്ട്രേറ്റ് കോടതി ഓൾറെഡി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. ഇനിയിപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ എത്ര ദിവസം ഈ കേസിന്റെ വ്യവഹാരങ്ങൾ നീണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത്.